പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഒക്ടോബറിലെ PSC പരീക്ഷാ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ഈ ഒക്ടോബറിൽ കാണുന്ന പരീക്ഷകൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങളുടെ PSCയുടെ പ്രൊഫൈലിൽ പോയി കൺഫർമേഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ PSCയുടെ വെബ്സൈറ്റിൽ ചെന്നാൽ ഈ പറഞ്ഞ എക്സാം ഷെഡ്യൂൾ എന്നുള്ളിടത്ത് നിന്ന് നിങ്ങൾക്ക് ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ പരീക്ഷകളാണ് ഒക്ടോബറിൽ നടക്കുന്നതെന്നും അതിൻ്റെയൊക്കെ സിലബസ് എന്താണെന്നും ഒക്കെ ആ പരീക്ഷാ കലണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒക്ടോബർ 6-ാം തീയതി നടക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ മെയിൻ എക്സാമിനേഷൻ ആണ്. അതിന്റെ പ്രിലിംസിന്റെ റിസൾട്ട് വരാനുണ്ട്. ദെൻ വിവിധ ജില്ലകളിലേക്കുള്ള അസിസ്റ്റന്റ് ടൈം കീപ്പറുടെ പരീക്ഷയും അതിന്റെ മെയിൻ എക്സാമിനേഷനും ഒക്ടോബർ 7-ാം തീയതി നടക്കുന്നുണ്ട്. ദെൻ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സർവേയർ SC ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. അത് ഒക്ടോബർ 9-ാം തീയതിയാണ് നടക്കുന്നത്. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഹെൽത്ത് സർവീസിലേക്കുള്ള ട്രീറ്റ്മെന്റ് ഓർഗനൈസർ വിവിധ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പരീക്ഷയാണ്. അത് ഒക്ടോബർ 11-ാം തീയതി നടക്കുകയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കുള്ള പരീക്ഷ ഒക്ടോബർ 14-ാം തീയതി നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഗാസ്ട്രോളജി, അതുപോലെ തന്നെ അനാറ്റമി, യൂറിനറി സർജറി, മെഡിക്കൽ ഓങ്കോളജി, പീഡിയാട്രിക് സർജറി തുടങ്ങിയ അസിസ്റ്റന്റ് പ്രൊഫസർ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കുള്ള വിവിധ അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷകളിലേക്ക് ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ ഒക്ടോബർ 14-ാം തീയതി നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അവൈലബിൾ ആണ്. എത്ര പേര് വീതമൊക്കെ ഇതിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. എല്ലാം 1.5 മണിക്കൂറിന്റെ പരീക്ഷയാണ്. ദെൻ താഴേക്ക് വരുമ്പോൾ സ്റ്റുഡിയോ അസിസ്റ്റന്റ് കോളേജിയേറ്റ് എഡ്യൂക്കേഷനിലേക്കുള്ള പരീക്ഷ 15-ാം തീയതി നടക്കുന്നു. ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ് പബ്ലിക് വർക്ക്സ് ആർക്കിടെക്ചറൽ PWDയിലെ ആർക്കിടെക്ചറൽ വിങ്ങിലേക്കുള്ള ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ് പരീക്ഷയും 15-ാം തീയതിയാണ്, ഒക്ടോബർ 15-ാം തീയതിയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ സ്റ്റോർ കീപ്പറുടെ മെയിൻ എക്സാമിനേഷൻ, KASന്റെ മെയിൻ എക്സാമിനേഷൻ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള KASന്റെ മെയിൻ എക്സാമിനേഷൻ 17-ാം തീയതി, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 3 പേപ്പറുകളും 17, 18 തീയതികളിലായിട്ട് ഒക്ടോബർ 17, 18 തീയതികളിലായിട്ട് KASന്റെ മെയിൻ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ദെൻ LD ടൈപ്പിസ്റ്റ് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിവിധ ജില്ലകളിലേക്കുള്ള LD ടൈപ്പിസ്റ്റ് ആ പരീക്ഷകളെല്ലാം 22-ാം തീയതിയാണ് നടക്കുന്നത്. സ്റ്റെനോഗ്രാഫറുടെ ഒക്കെ പരീക്ഷ 22-ാം തീയതി നടക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇവിടെ അവൈലബിൾ ആണ്. കോമൺ എക്സാം ആണ്. അത് വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലേക്കൊക്കെയുള്ള KTDCയിലേക്കൊക്കെയുള്ള LD ടൈപ്പിസ്റ്റ് പരീക്ഷയാണ്. സ്റ്റെനോഗ്രാഫർ, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ പേരുകളിലൊക്കെ തസ്തിക അറിയപ്പെടുന്നുണ്ട്. കോമൺ സിലബസ് ആണ്. സിലബസ് വെച്ച് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസ് തന്നെയാണ്. ദെൻ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്കുള്ള ലോ ഡിപ്പാർട്ട്മെന്റിലെ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ ഒക്ടോബർ 23-ാം തീയതിയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഡയറക്ട് റിക്രൂട്ട്മെന്റും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും ഒക്കെ ഈ ഒരു സമയത്ത് തന്നെയാണ് നടക്കുന്നത്. ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഏതാണ്ട് 8,000-ലേറെ ഡയറക്ട് റിക്രൂട്ട്മെന്റിന് 8,000-ലേറെ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ ജൂനിയർ ജിയോ ഫിസിസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ജിയോ ഫിസിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ 24-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. ഫിസിക്സ് ആണ്. ഫിസിക്സ്, ജിയോ ഫിസിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ദെൻ അറ്റൻഡർ ഗ്രേഡ് 2 പരീക്ഷ, അതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ അതിനുശേഷം നടക്കുന്നുണ്ട്. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ അനിമൽ ഹസ്ബൻഡറിയിലേക്കുള്ള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ പരീക്ഷ വിവിധ ജില്ലകളിലേക്കുള്ളത് 27-ാം തീയതി ഒക്ടോബർ 27-ാം തീയതി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അത് എല്ലാ ജില്ലകളിലേക്കും ആ ഒരു സമയത്ത് തന്നെയാണ് ഒക്ടോബർ 27-ാം തീയതി ഡയറക്ട് റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും ഒക്കെ ഈ ആ ഒരു സമയത്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ വർക്ക് സൂപ്രണ്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇത് പോസ്റ്റ്പോൺ ചെയ്താണ്. സെപ്റ്റംബറിലെ പരീക്ഷ മാറ്റിവെച്ച പരീക്ഷ ഒക്ടോബർ 28-ാം തീയതി നടക്കുന്നു. അതിനുശേഷം ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറുടെ പ്രിലിമിനറി എക്സാമിനേഷൻ, ഇലക്ട്രിസിറ്റി ബോർഡിലേക്കുള്ള ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറുടെ പ്രിലിമിനറി എക്സാമിനേഷൻ ഒക്ടോബർ 29-ാം തീയതിയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 3 ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 സിവിൽ പരീക്ഷ ഇത്രയും നടക്കുന്നത് ഒക്ടോബർ 30-ാം തീയതിയാണ് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. കോമൺ എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടർ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനുള്ള സമയമായി കൺഫർമേഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക. കൂടുതൽ PSC അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.